ഈ മെലിഞ്ഞ മണ്ടൻ ഒരു കയറിൽ നിന്ന് തോക്ക് പുറത്തെടുത്ത് മരത്തിൽ 2 വട്ടം ചുറ്റി. അങ്ങനെ തോക്ക് വെക്കാനായി അവൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. അവൻ ദൂരെ ഇരിക്കുന്ന ഒരു തണ്ണിമത്തിന് നേരെ ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചു. വെടിയുണ്ട തണ്ണിമത്തനിൽ കൊണ്ടെങ്കിലും അല്പം ഇടത്തേക്ക് മാറിയാണ് കൊണ്ടത്. ഇതിനുശേഷം സ്ക്രൂ അല്പം തിരിച്ച് തോക്കിന്റെ ദിശ ശരിയാക്കിയ ശേഷം അവൻ വീണ്ടും ലക്ഷ്യം വെച്ചു. ഇത്തവണ വെടിയുണ്ട തണ്ണിമത്തന്റെ കൃത്യം നടുക്ക് തന്നെ കൊണ്ടു. ശേഷം ഇനി ഒരാളെ യഥാർത്ഥത്തിൽ കൊല്ലാനായി അവൻ തന്റെ ഷൂവിന്റെ രൂപത്തിൽ ഒളിപ്പിച്ച പ്ലാസ്റ്റിക് തോക്കുമായി സുരക്ഷാ പരിശോധനകളെല്ലാം വളരെ എളുപ്പത്തിൽ കടന്ന് ഒരു വലിയ ഹാളിനുള്ളിൽ പ്രവേശിച്ചു. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാന വ്യക്തിയെ കൊല്ലുകയായിരുന്നു അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പരിപാടി തുടങ്ങുന്നതിന് 10 മണിക്കൂർ മുമ്പ് തന്നെ അവൻ അവിടെ എത്തി മേൽക്കൂരയിലെ പൈപ്പുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. തുടർന്ന് ആരും കാണാതെ തോക്ക് കൂട്ടിയോജിപ്പിച്ച് അവൻ തന്റെ ലക്ഷ്യത്തിനായി വളരെ ക്ഷമയോടെ കാത്തിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പലതവണ ആ കെട്ടിടം മുഴുവൻ പരിശോധിച്ചിട്ടും അവനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പരിപാടി തുടങ്ങി ആളുകൾ ഹാളിനുള്ളിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കാവൽക്കാരെ ശബ്ദമുണ്ടാക്കാതെ ഒഴിവാക്കി അവൻ സ്റ്റേജിന് മുകളിൽ വെടിവെക്കാൻ തയ്യാറായി നിന്നു. എന്നാൽ ലക്ഷ്യസ്ഥാനത്തുള്ള ആ പ്രധാന വ്യക്തി സ്റ്റേജിൽ വലിയൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിലായിരുന്നു നിന്നിരുന്നത്. പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു കൊലയാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് വല്ലാതെ ഭയന്നുപോയ ആ വ്യക്തി തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം വേഗത്തിൽ അവിടെ നിന്ന് സുരക്ഷിതമായി മടങ്ങിപ്പോയി. തന്റെ ലക്ഷ്യം പൂർണ്ണമായും പാളിയെന്ന് മനസ്സിലാക്കിയ കൊലയാളി ഉടൻ തന്നെ തന്റെ തോക്ക് അവിടെ ഉപേക്ഷിച്ച് താഴെ ഇറങ്ങി ജനക്കൂട്ടത്തിൽ കലർന്ന് വളരെ വേഗത്തിൽ അവിടെ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെട്ടു.